ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് കുറച്ച് പണി കൂടുതലുണ്ട്. ഒന്നാമത് എന്താണെന്ന് ഞാൻ എൻ്റെ വില്ലേജിൽ ഒരു ഓഫീസ് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ട്യൂട്ടോറിയലൊന്നും ഞാൻ തരുവില്ല, വേണമെങ്കിൽ നോക്കിക്കണ്ടോ, എനിക്കത്ര വേണുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഞാൻ അവിടെ കുറച്ച് അപ്ഡേറ്റും കൂടിയിട്ടുണ്ട്, അതും നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ റോക്കറ്റും തീരാറായിട്ടുണ്ട്, ഞാൻ എല്ലാം എടുത്തിട്ട് നിങ്ങൾ വരുന്നു. നമ്മളിന്ന് അവിടെ എൻ്റെ വില്ലേജിൽ ഒരു ഓഫീസ് സെറ്റ് ചെയ്യാൻ പോയാണ്. അത് ആർക്കുമല്ല, എനിക്ക് വേണ്ടി മാത്രം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ വില്ലേജിലോട്ട് പോകാം. ഇതാ കാണാനാണ് എൻ്റെ വില്ലേജ്. ഇനി കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് ഒരു കൊച്ചു അപ്ഡേറ്റ് തരാം. ഞാൻ എൻ്റെ വേൾഡിൽ എൻഡർ ഡ്രാഗനെ കൊന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇനി ബിൽഡിങ്ങിലോട്ടാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ അവിടെയായിട്ട് ഒരു വില്ലേജ് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ എൻ്റെ ആ ഒരു വില്ലേജ് കൂടി എക്സ്പാൻഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളത് പറക്കയില്ല, നമ്മളിവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത് ഇവിടെയായിട്ടാണ്. നമ്മുടെ ഒരു കൊച്ചു വീറ്റ് ഫാം ഞാൻ സെറ്റ് ചെയ്ത് ഇതിനെ അങ്ങോട്ട് വലുതാക്കണം. ഈ ഒരു സൈഡ് ഫുള്ള് ഞാൻ വീറ്റ് ഫാം പോലെ കുറച്ച് ഫാം ഉണ്ടാക്കാൻ പോയിരുന്നു. അതുപോലെ ഈ ഒരു സാധനം ഞാൻ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടേക്കാണ്. ഇവിടെ എന്ത് വെക്കണം ആരും ഇപ്പം എനിക്ക് ഇതൊന്നുമില്ല. പിന്നെ നമ്മുടെ മേളിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയായിട്ട് ഞാൻ കുറച്ച് മെലൺ വെച്ച് ഇത് ഞാൻ ജംഗിളിൽ പോയപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തോണ്ട് വന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു ഷിപ്പും പണിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷിപ്പൊന്നുമല്ല, ഒരു കൊച്ചു ബോട്ട് വേണമെങ്കിൽ എന്ന് പറയാം. ഇതിൻ്റെ മണ്ടക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കൊച്ചു ബോട്ട് എന്ന് പറയണത്. ഇത് ഞാൻ കൊണ്ടുവന്നേക്കണം എന്തെന്നാൽ ഇതിന് നമുക്ക് 4 നിലയുണ്ട്. ഒന്നൊരു ചുമ്മാ ഇട്ടേക്കുന്നൊരു നിലയാണ്. ഇവിടെ കുറച്ച് ബാരൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിവശമാണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടെ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്നീക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോഴും ഞാൻ 2 മെലൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റിയിൽ ഇപ്പോൾ കൂടുതലും മെലണാണ് കാണുന്നത്, കാരണം ഇതാണ് മെലൺ സിറ്റി. ഇതിൻ്റെ പേര് മെലൺ എന്നാണ് ഈ നഗരത്തിൻ്റെ വിട്ടൊക്കെ. പിന്നെ ഇവിടെയായിട്ട് ഒരു ഓടിക്കാനുള്ളൊരു സാധനമാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച്. ഈ കാണുന്നത് മറ്റേ കറക്കുന്ന സാധനമാണ്. എന്തോ സാധനം? കറക്കുന്ന സാധനം. ഇവിടുന്ന് ചാടിപ്പോയി പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴത്തേക്കും ചാവുണ്ട്. ചത്തില്ല, ചത്തു. നമുക്കപ്പോൾ ബ്രെഡും എടുക്കണം, ഷീൽഡും എടുക്കണം. നമ്മളിന്ന് മെയിനായിട്ടും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിർത്തിയതിന് കാര്യം അടച്ചമ്മ വിളിച്ചായിരുന്നു. ഒന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, ഈ കാണുന്നത് എൻ്റെ ഫിഷർമാൻ. ആരടാ അത്? ഈ സൂര്യൻ കൊച്ചാപ്പ് ഏതോ വാട്ടർ സോമ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി കിടന്നുറങ്ങാം. ആ ഡ്രോൺ ഇല്ലെങ്കിൽ എന്നെ വെടിവെച്ച് പറ്റും. പിന്നെ ഇവിടെ ഒരു ഷൾക്കർ ബോക്സ് പുതിയ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് ഈ ഒരു സാധനം തികയാലെന്ന് എനിക്കറിയാമായിരുന്നു. കണ്ട, നിറഞ്ഞു പോയി ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ ആ ഒരു ഹാർബർ പണിയാൻ തന്നെ എത്രയോ എൻ്റെ ഒരു സാക്ക് സ്പ്രൂസിൻ്റെ പകുതിയോളം തീർന്നു പോയി. പകുതി എന്ന് പറഞ്ഞാൽ 20 സംതിങ് എനിക്ക് ബാക്കി കിട്ടിയുള്ളൂ. ബാക്കി എല്ലാം അവിടെ വെച്ച് തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ ഈ വട്ടം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ എല്ലാം ഞാൻ ഓരോ വീട് കഴിയുമ്പോഴും പോയി റീസ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഇത് ഇച്ചിരി വലുതാക്കിയിട്ടുണ്ട്. വീണ്ടും കുറച്ച് ഐലൻഡ് പൊട്ടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ഈ ഒരു മൈൻക്രാഫ്റ്റിൽ എൻ്റെ നഗരം മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ കളയും. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്തെന്നാൽ, ഈ കാണുന്നിടത്തായിട്ട് നമ്മളൊരു സ്പോണായില്ല, സ്പോണായിട്ടില്ല. ഇവിടെയായിട്ട് നമ്മളൊരു ഓഫീസ് കെട്ടാൻ പോയിരുന്നു. എനിക്ക് വേണ്ടി, ഞാനാണ് ഇവിടുത്തെ മുതലാളി. അപ്പോൾ എനിക്ക് ഒരു ഓഫീസ് വേണം. അതിനുള്ള മെറ്റീരിയൽസ് എന്തായാലും എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ ഈ ഒരു ബ്രിക്കും നമ്മുടെ സ്പ്രൂസും പിന്നെ മറ്റേ ഇതിൻ്റെ വാതിലും സ്റ്റെയറും ഒക്കെ വെച്ചായിരിക്കും ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വേൾഡിൽ ഒന്നും വേറെ കട്ടൗട്ട് ചെയ്യുന്നില്ല. നമ്മൾ വേണം എന്തിലും വല്ല ബിൽഡിംഗ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യും. അല്ലാണ്ട് എന്തൊക്കെ ബിൽഡ് കൊണ്ടുവരണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ പോയി ആവശ്യമുള്ള മെറ്റീരിയൽസ് ആദ്യം എടുക്കട്ടെ. അതുപോലെ ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കേണ്ടിയിരുന്നു. ഉടനെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ക്രാഫ്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് ഈ ഒരു സ്റ്റോൺ വേണം. പിന്നെ വലുതായിട്ടൊന്നും വേണ്ട തോന്നുന്നു. തൽക്കാലം നമുക്ക് ഈ സ്റ്റോൺ കൊണ്ടുപോകാം. ഇനി വേറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ വരുമായിരിക്കും ചിലപ്പോൾ. എൻ്റർമേനാണോ? അല്ല, വേറെ എന്തെങ്കിലും ആവശ്യം വരാതിരിക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഈ ഒരു ഫ്രെയിം ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചു. നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. ആദ്യം ഞാൻ ഇത് ഫുള്ള് മറച്ചിട്ട് പിന്നെ ഗ്ലാസ് വെക്കുന്നതായിരിക്കും. നിങ്ങൾക്കിത് ബോറടിക്കും മിക്കവാറും. കാര്യം ഈ ഒരു വീഡിയോയിൽ ഇത് ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലപോലെ ബോറടിക്കും.
എന്നാലും സാരമില്ല, 2 മിനിറ്റ് ബോറടിച്ചെന്നും വെച്ച് ഒന്നും പോരാൻ പോണില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം TV ഇല്ലാണ്ടായാൽ നിങ്ങൾക്ക് ബോറടിക്കയില്ലേ? അതുപോലെ ഇതിനും കുറച്ച് ബോറങ്ങ് സഹിച്ചോ. അതുകൊണ്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്ക് സുധിയേട്ടൻ പറയുന്ന പോലെ ടിക്ടോക്ക് പറയുന്നുണ്ടാവും എന്നാണ് സുധിയേട്ടൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സുധിയേട്ടൻ ടൈം ലാപ്സ് വെച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കണ്ടോ ഗൈസ്, ഞാൻ ഇത്രയും പണിഞ്ഞു വന്നപ്പോൾ തന്നെ എൻ്റെ ബ്ലോക്കിൻ്റെ എണ്ണം കണ്ടാൽ നിങ്ങൾ. ഒന്നുമില്ല, നേരത്തെ 20 ദിവസം, ഇതിപ്പോൾ തന്നെ തീരും എൻ്റെ ബ്ലോക്ക്. ഞാൻ ഒരു സാഗം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ കണ്ടതാണേ. പക്ഷെ ഞാൻ ഈ ഒരു വീട് പണിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും പോയി. വീട് പോട്ടെ, എൻ്റെ ഓഫീസ് ഇത് ഭയങ്കര പണിയാണ്, കുറേ ഉണ്ട്. സുഭാഷ് എൻ്റെ പിക്കാക്സിന് ഭയങ്കര എഫിഷ്യൻസിയാണ്, ഇവൻ ആരെങ്കിലും പറഞ്ഞു ഓൾറെഡി. ഇത്ര അനുസരിച്ചിട്ട് കാര്യമില്ല. ഞാനിത് ഭിത്തി പൊളിച്ചിട്ട് ഇവിടെ ജനൽ വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടും കാര്യമില്ല. അതുപോലെ ഇവിടെ ഒരു ചെയർ ടേബിൾ നമുക്ക് കൊണ്ടുവരേണ്ടതാണ് കൂടി. അതും കൂടി വേണ്ടി വെച്ചിട്ട് വേണം ഞാനിത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പ്ലാനെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന് ഈ ഒരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു ഓഫീസാക്കി മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ഇത് ഓഫീസാക്കി മാറ്റും. ഇതിന് അതുപോലെ ഉടനെ തന്നെ ഒരു പ്രിസണും നമ്മൾ സെറ്റ് ചെയ്യും. ബ്ലോക്ക് കയറുന്നു കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സാക്ക് പോരായിരുന്നു. ഞാൻ ചത്തോ? ഇല്ല. എൻ്റെ ഇതിന് കയറാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. എന്തൊരവസ്ഥയെന്ന് ഓർക്കണം. അപ്പോൾ ഈ പിക്കാക്ക് ഇരുന്നിട്ട് ആക്സ് വെച്ച് പൊട്ടിക്കേണ്ട അവസ്ഥ. ഷവലിരുന്നിട്ട് ആക്സ് കൊണ്ടായി അത് പൊട്ടിച്ച് ഇതെടുക്കട്ടെ. എത്ര ഹാർട്ട് ഹീൽ ചെയ്യുമ്പോൾ ഞാൻ വിശന്നിയാവുമല്ലോ. ഞാൻ ചാർജിന് മുമ്പ് അടുത്ത് പോയി എടുക്കട്ടെ. ഇതിൻ്റെ അകത്തെ പെട്ടിന്ന് അടുത്ത സാക്കും എടുത്ത് നമുക്ക് നേരെ വിടാം. എന്തൊരു ഇതായിരുന്നു. ഓക്കെ, എൻ്റെ റോക്കറ്റ് ചുമ്മാളതിന് എന്ത് രസം. കാര്യം എനിക്കിപ്പോൾ ഇവിടെ ഒരു റോക്കറ്റ് ഫാക്ടറി തന്നെ ഉണ്ട് ഗൈസ്. അമ്മാതിരി സാധനം എൻ്റെ ഇവിടെ ഉള്ളത്. എൻ്റെ ഈ ഒരു ബിൽഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ആർക്കാണേലും എല്ലാ ബിൽഡും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാൻ. കാര്യം ഞാൻ നല്ല കിടിലം ബിൽഡൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാമ്പ് വെക്കാൻ പറ്റിയാൽ, അതുകൊണ്ട് ഞാൻ മിക്കവാറും ഹൈറ്റ് കൂട്ടുമോ അല്ലെങ്കിൽ അതിൻ്റെ മണ്ടൊക്കെ ഒരു സ്ലാബ് ഇടുകയാണ് ചെയ്യാൻ പോണത്. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ പോയി വേഗം പോയിട്ട് കുറച്ച് സ്റ്റെയറും ഗ്ലാസ്സും എടുത്തിട്ട് വരാം. നിങ്ങൾ ചോദിക്കും നീ എപ്പോഴും എന്തിനാടാ ഇങ്ങനെ വാതിൽ കൂട്ടുന്നതെന്ന്. ഞാൻ പറയും ഒരു രസം ഒരു മനസ്സുഖം. ഇതിൻ്റെ അകത്തും ഇല്ല. അതിൻ്റെ തോക്ക് മാത്രമേ ഞാൻ എടുത്തു വെച്ചുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൊള്ളാം. അപ്പോൾ ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ക്രാഫ്റ്റ് ചെയ്യണം സെപ്പറേറ്റ്. പണി കിട്ടി. നമ്മുടെ കയ്യിൽ 4 ടോക്ക് ഇരിപ്പുണ്ടോ? ഉണ്ട്. മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ആദ്യം ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എപ്പോഴും അപ്പോൾ കൈ കൊണ്ട് നടക്കണം. ഇത് തൊട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് 4, 8, 12 മതി. 12 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം വന്നാൽ നമുക്ക് എടുക്കാം. വീണ്ടും പച്ചത്തേനെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ചാവുന്നൊരു പൊട്ടമേ? പൊട്ടമല്ല, ഞാൻ ബുദ്ധിമാനെ, എനിക്കറിയാം. എൻ്റെ ബിൽഡൊക്കെ കണ്ട ആർക്കും മനസ്സിലാവും ഞാൻ ഭയങ്കര ബിൽഡിസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാനൊക്കെ അറിയാം എന്നൊക്കെ കരുതണം. ഒരു എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോൺ ബ്രിക്ക് വെക്കാം. അതിപ്പോൾ കാണാൻ എന്ത് ഭംഗി. നമുക്കിവിടെ അങ്ങനെ ചെയ്യണം. റെഡ് 12 പോരാ ഗൈസ്. തികയോ എന്ന് എനിക്ക് സംശയമാണ്. ഇവിടെ ഒരെണ്ണം വെക്കണം. നല്ല BGM, നല്ല രസമുണ്ട് കേൾക്കാൻ. ചില BGM കേൾക്കുമ്പോൾ ടെററാണ് ഗൈസ്. പേടിച്ചു എനിക്ക്. നമുക്കിത് ഇവിടെ ഇങ്ങോട്ട് സ്റ്റെയർ വെക്കണ്ട. ഇവിടെ സ്റ്റെയർ വെക്കാം. തിന്നാം. ഞം കണ്ട.
ക്ലാസ് എടുക്കാനാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഗൈസ്. ഇച്ചിരി ഗ്ലാസ് വെച്ചിട്ട് പോലെ എന്താ നിനക്ക് എന്താടാ കൊള്ളാം. ഫുഡ് ആവശ്യത്തിന് ഫുഡായിട്ടുണ്ട്. വെറുതെ അകത്ത് വെച്ചാൽ ആവശ്യം എടുത്ത് കഴിക്കാം. സ്കണ്ട് ഇവിടെ ഇവിടെ 3 കൂടി ഇനി എവിടെ വെക്കാം? നൈറ്റ് ആവുന്നുണ്ടോയെന്ന് തോന്നുന്നു. കിനി വെക്കാനായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതല്ല രസം വെച്ചേക്കാൻ. ഇവിടെ 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 ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബാക്കിയുണ്ട്. എന്തായാലും ചെയ്യാം. എൻ്റെ ബുദ്ധിയുണ്ട്. എനിക്കറിയാം ഞാൻ അവിടെ ഇടിച്ച് ചെയ്യാവും. അതുകൊണ്ട് ഇങ്ങോട്ട് മാറിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ഇതിനുള്ള സ്റ്റെയർ സെറ്റാക്കണമല്ലോ. എൻ്റെ ഒരു സാക്ക് ഉണ്ടായിരുന്നുള്ളൂ. 3 സാക്കും കൊണ്ട് പോയവനാണ് ഞാൻ. എനിക്കെന്തായിരുന്നു വേണ്ടേ? എന്തുവരുന്നു എനിക്ക് വേണ്ട? എന്തുവരുന്നു? ഓർമ്മ വന്നു. ഗ്ലാസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. മിക്കവാറും ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ കാര്യത്തിൽ തീരുമാനം. ഗ്ലാസ്സിന് എന്ത് പറ്റിയാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ഇപ്പോൾ ആവശ്യത്തിനുള്ള സാൻഡ് ഇരിപ്പുണ്ട്. ഇവിടെ നിന്നും കുറേ സാൻഡ് കിട്ടും. സ്മെൽട്ടർ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അവിടെ ചെന്ന് ഞാൻ ഫർണസിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഇവിടെ എല്ലാം ഇങ്ങനെ ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഗൈസ്. നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, നമ്മുടെ ഇവിടെ എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്കിനി ഉള്ളിലോട്ട് പോയി നോക്കാം ഗൈസ്. കൊള്ളാം. നല്ല രസമുണ്ട് കാണാൻ. തിരിച്ച് വീട്ടിൽ പോകണം. എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ റോക്കറ്റ് തീർന്നിരിക്കുക. രണ്ടും കറക്റ്റായിട്ട് ലാൻഡ് ആയി. ആരെല്ലാം കൊണ്ട് പറ്റുമോടാ ഇങ്ങനെ ലാൻഡ് ആവാൻ? ഞാൻ ഓർക്കുന്നത് തുമ്പുനെയും കൊണ്ട് പോയാലോ എന്നാണ്. ഒന്നും ഞാൻ കാണുന്നില്ല. നെയ്ച്ചിൽ എടുത്ത് പോവാം. നമ്മളിവിടെ വന്നത് എന്തിനായിരുന്നു? വന്നത് ഞാനിപ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മണ്ടക്കല്ലേ മണ്ട കയറി കിട്ടിയ ഇതിൻ്റെ അകത്താണ് എൻ്റെ റോക്കറ്റ് ഇരിക്കുന്നത്. അത് തന്നെ റോക്കറ്റിൻ്റെ അകത്തുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു റോക്കറ്റ് കൈ വെച്ചിട്ട് തീരുമ്പോൾ അതെടുക്കാം. നമുക്ക് തിരിച്ചു പോകാം. നൈറ്റ് ആവുന്നുണ്ടോ? ഇവിടെ എങ്ങാണ്ട് ഷെർമാൻ ബേസിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് നൈറ്റ് ആവുന്നതാണ്. അപ്പോൾ നൈറ്റായി. നമുക്ക് വേഗം പോയി കിടന്നുറങ്ങാം. അപ്പുറത്തെ മരം വെട്ടുന്നതിൻ്റെ ഒച്ചകൾ കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പം അത് വരുന്നവരെ കുറച്ച് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കേണ്ട വിശേഷം? സുഖമാണോ എന്നൊക്കെ പറയണമെങ്കിൽ വ്യൂ മാറ്റിയിടണം. ഞാൻ ഉറങ്ങും. എനിക്ക് ഉറങ്ങണം. മാറിയിക്കടാ. കുറച്ച് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ അതൊന്ന് ഉറങ്ങട്ടെ. ഈ നാട്ടുവിശേഷം ഒന്നും പറയണ്ട. നിങ്ങൾ നോക്കാം. നമുക്കിനി 7 റോക്കറ്റ് എങ്ങനെയും തീർക്കണം. എങ്ങനെയും തീർക്കണമെന്ന് വെച്ചാൽ അടുത്തത് വീണ്ടും ഇത് പൊട്ടിക്കുക, കയറുക, തിരിച്ചു വെക്കുക, പോവുക. ഇത്രയുള്ളൂ നമ്മുടെ പരിപാടി. ഈ മണ്ടൊക്കെ എന്നിട്ട് എൻ്റെ വീടിൻ്റെ വ്യൂ. ഞാൻ ചത്തുപോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഞാൻ അത്ര പെട്ടെന്ന് ഞാൻ പോകുന്നു. എൻ്റെ ഐറ്റംസ് ഡീസ്പോൺ ചെയ്യുമ്പോൾ ഞാൻ ചാടി ഇറങ്ങട്ടെ. എൻ്റെ XP എല്ലാം എന്താ? എൻ്റെ XP ഉണ്ടോ? എൻ്റെ XP എല്ലാം പോയി. എൻ്റെ സാധനങ്ങളെല്ലാം കിട്ടിയോ? ഒരു റോക്കറ്റ് ബസ് എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടിയതെടുത്തിടാം.
എൻ്റെ ലെഗിൻസ്, എൻ്റെ ഷീൽഡ് നിങ്ങൾ മാറ്റി വെച്ച എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കട്ടോ. ഇതാണ് ഞാൻ ഈ ലൈറ്റർ 3 യൂസ് ചെയ്തത്. പെട്ടെന്ന് എത്തുപോയി ഞാൻ. അപ്പോൾ ഞാൻ വല്ല തെറ്റും ചെയ്ത, ഞാൻ ചുമ്മാ പറഞ്ഞ് കളിച്ചായിരുന്നു. ഇറങ്ങാൻ നേരത്ത് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ലാൻഡ് ആവണം. എൻ്റെ XP ഫുള്ള് പോയി. എൻ്റെ എന്തോ ഒരു XP പോയി ചുമ്മാ. പറയാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ സ്ലാബ് വേണമല്ലോ പറഞ്ഞില്ല. ഇനി സ്ലാബ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് പിന്നെ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. ഷിറ്റ്, അല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എൻ്റെ വീട്ടിൽ സ്റ്റോണുണ്ട്. അത് തന്നെ എൻ്റെ വീട്ടിലൊരു കുറച്ച് സ്റ്റോൺ ഇരിപ്പുണ്ട് എൻ്റെ വീട്ടിൽ. അതെന്ത് ഈ ഒരു ബ്രിക്ക് സ്റ്റോണുണ്ട്. ചട് ചട് ഇവിടെ എങ്ങാണ്ടുണ്ട് എൻ്റെ വീട്. ഇത് തന്നെയല്ലേ വീട്. എത്ര ദിവസം എന്നറിയാം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട്. അതെ, ഇതിൻ്റെ തൊണ്ടിയിട്ടുണ്ട്. ഗേസ് ആവശ്യത്തിൽ സ്ലാബുണ്ട് ഗേസ്. സ്ലാബുണ്ട്, നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്ലാബ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പണി വിടാം. സ്ഥലം വിടാം, പണിയല്ല സ്ഥലം വിടാം. ഇനി ചാവാതിരുന്നാൽ മതിയായിരുന്നു. കണ്ട എൻ്റെ പകുതി ഹെൽത്ത് പോയി. ഞാനിങ്ങനെ പറക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പൊട്ടത്രയൊക്കെ കാണിച്ച്. നമുക്കപ്പോൾ പണിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇവിടെ ഒന്ന് വെക്ക് വെച്ച് ഒരു വേരിയൻ്റ് നമുക്ക് ഫുള്ള് വെക്കണം. ഇത് തീർന്നാലും നമുക്ക് സാരമില്ല, നമ്മൾ വീണ്ടും എടുക്കും. ഇത് നല്ല പണിയാണല്ലോ ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചാലും വലിയ പണിയായിപ്പോയി ഇത്. ഈ മൈൻക്രാഫ്റ്റിനുള്ള മോഡ് വിട്ടിരിക്കുന്നു ഈസി ബിൽഡ്. നമുക്ക് ചുമ്മാ ഏതെങ്കിലും ഒരു വേൾഡിൽ, ഇപ്പോൾ ക്രിയേറ്റീവിലാണെങ്കിലും ഏതൊരു വേൾഡിൽ ചെയ്തിട്ട് അതേ വേൾഡിലോട്ട് കൊണ്ടുവരാൻ പറ്റിയിരുന്ന അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര ബിൽഡ് നമുക്ക് ചെയ്യാമായിരുന്നു അല്ലേ ഗൈസ്? നിർത്തി അപ്പോഴേക്കും മൈൻക്രാഫ്റ്റ് അങ്ങനത്തെ ഒരു കൊണ്ടുവരുമായിരിക്കും എന്നും പറഞ്ഞ് നോക്കിയിരിക്കുക. തീർന്നു. ഇപ്പോൾ 25 കൊണ്ടുവന്നാലൊന്നും ഇവിടെ ഒരു പണി നടക്കില്ല. ഒരു സാക്കെങ്കിലും വേണം. ഇവന്മാരൊക്കെ എൻ്റെ ഇവിടുത്തെ പുല്ല് നശിപ്പിക്കും കേസ്. ഒന്ന് കഴിച്ച് എന്താന്നാ മൂന്നല്ല പുല്ല് കഴിപ്പിക്കുമെന്ന്. നിന്നെ ഇവിടെ കയറ്റാൻ പാടില്ലാത്ത എന്നിട്ട് ഞാൻ ഇവിടെ വന്നു. എന്തായാലും എനിക്കിനിയും സാക്ക് ചെയ്യേണ്ടതാണ്. ഇതിങ്ങെടുക്കാം. കുറച്ച് സ്ലാബ് ഉണ്ടാക്കത്താ. എന്താണ്ടിരിക്കുന്നു. ഞാൻ 25 കൊണ്ടുപോയിട്ട് തികഞ്ഞില്ലെങ്കിൽ ഞാൻ 42 കൊണ്ടുപോകും. അത്ര നീൻ്റെ അതിരി കറക്റ്റ് എടുത്തി. 3 റോക്കറ്റ് ഉണ്ട്. 3 വേണ്ട. ഞാൻ ഒറ്റ റോക്കറ്റ്. നീയും കയറി പോകോ. പോടാ ഇതുമേ കയറി പോടാ. ഇവിടെ കയറി പോകാൻ. പിന്നെ ലാസ്റ്റ് അവസാനത്തെ റോക്കറ്റ് എന്തോ പൊട്ടാത്തത്. പൊട്ടിയില്ലായും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ അടുത്ത റോക്കറ്റ് എടുത്തു. നമുക്കിനി വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ടല്ല വീട്ടിലോട്ട് പോകും. വീട്ടിലോട്ടും പോട്ടെ. ഓഫീസ് മടുക്കണം. കാര്യം ഞാൻ ഈ ഓഫീസിലെ കാര്യമൊക്കെയാണ് എല്ലാമാണ് ഗൈസ്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാര്യം ഞാൻ ഈ ഓഫീസിലില്ലെങ്കിൽ എൻ്റെ ഈ ഒരു വേൾഡിൽ ഒരു പണി നടക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഓഫീസ് കിട്ടും. അതുപോലെ ഞാനിവിടെയുള്ള എല്ലാ വീടും ഇതേ ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കും ചെയ്യുക. പക്ഷേ വേറെ മോഡൽ മാറ്റി ചെയ്യും. അതുകൊണ്ട് ആരും ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കേണ്ട. എനിക്ക് വലുതായിട്ടൊന്നും ബിൽഡ് ചെയ്യാൻ അറിയത്തില്ല. എനിക്കറിയാവുന്ന ബിൽഡുകളാണ് ഞാനിവിടെ ചെയ്തു പോകുന്നത്. ഇനി ഞാനൊരു ബ്രൂമിങ് സ്റ്റേഷനൊക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു ബ്ലാക്ക് സ്മിത്ത്, പിന്നെ 2-3 വീട്, അങ്ങനെയുള്ള ബിൽഡൊക്കെ ആയിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരാൻ പോണേ. അപ്പോൾ നമുക്കിത് ബാക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു വേറെ കളറിലുള്ള ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ലൈബ്രറി സെറ്റാക്കുന്നതിനെ പറ്റി.
കാര്യം നമ്മളൊരു ലൈബ്രറി സെറ്റാക്കിയാൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ പണിയൊക്കെ കൂടുതൽ എളുപ്പമാകത്തുള്ളൂ. ലൈബ്രറി സെറ്റാക്കിയാൽ മാത്രം പണിയൊന്നും എളുപ്പമാകുന്നില്ലേ? ഞാൻ രസത്തിന് പറഞ്ഞു, അത് വിശ്വസിച്ച ലൈബ്രറി സെറ്റാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം. ഇതായിരിക്കും നമ്മുടെ ഓഫീസ്. ഇത് ഇവിടെ ആയിരിക്കും ഞാൻ കസേരയിട്ട് ഞാൻ നെലിഞ്ഞിങ്ങനെ ഇരിക്കും. ഇപ്പോൾ കയറി വരും, സാറേ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയും, ഞാൻ ചെല്ലും, എല്ലാത്തിനെയും വെടിവെച്ച് ചെല്ലും. അതിനാണ് ഞാൻ ഷോർട്ട് ഗൺ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എല്ലാത്തിനെയും തീർക്കും, അത്രേ ഉള്ളൂ. ഒന്നിനെ വെറുതെ കിട്ടിയാൽ എല്ലാത്തിനെയും നിർത്തി കത്തിക്കും. നമുക്കിനി ചാടിപ്പോ ഞാൻ ചാടിപ്പോകുന്നേ പച്ചത്തവള പോകുന്നേ. നമുക്ക് വേഗം അടുത്ത വണ്ടിയോട് കിടക്കാം, വേഗം എല്ലാം ചെയ്തു പോകാം. എനിക്കിനി പറഞ്ഞ് ലാഗി നിൽക്കാൻ സമയമില്ല, നമുക്ക് വേഗം എല്ലാം ചെയ്യണം. 39 ഡോറ്. ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു മക്കളെ. ഞാൻ നമുക്കിത് വേണം. ഇത് 33 ഉണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് എത്ര ഉണ്ടോ അത്ര നല്ലത്. ഇതിന് തികഞ്ഞില്ലെങ്കിൽ നമുക്കിനി വേണമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം. ഇതാണ് ഇവിടെ ഫെൻസ് വെച്ചുള്ള പ്രശ്നം. ഞാൻ ഓടുമ്പോൾ മാറിയിരിക്കാടെ ഞാൻ ഇടിച്ച് താഴെയിടണ്ടേ. ഇവിടെ ഓക്ക് ഡോറ് വെക്കാം. ഓക്കല്ല, സ്പ്രൂസ് ഡോറ് ഇവിടെ തന്നെ വെക്കാൻ തിരിച്ച് ഇങ്ങനെ വെക്കാം. ഇപ്പോൾ കാണാൻ ഭംഗിയുണ്ട്. നമുക്കിനി ഇവിടെ എല്ലാം വെക്കണം. ഇതിൻ്റെ ആനിമേഷൻ നല്ല ഡ്രസ്സ് കാണാൻ കഴിച്ചു. നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇവിടെയും വെക്കണം, ഇവിടെയും വെക്കണം. അത് കേട്ടോ, നല്ല ഡ്രസ്സും ഇല്ല ഇത് കാണാൻ. എനിക്ക് വലിയ ഇഷ്ടമായി. ഇവിടെ ഒരു ലൈറ്റ് വെക്കണം. ഇത് തുറന്നേ. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇത് കാണാൻ വലിയ കുമ്പൊന്നുമില്ലാത്തൊരു ബിൽഡല്ലേ. നമുക്കത് ഞാൻ പോകെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല കിടിലം ബിൽഡാക്കി എടുക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ വീഡിയോ ഒത്തിരി ലോങ് ആവുന്നതുകൊണ്ട് ഇതെങ്ങനെയും എൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കണമല്ലോ ഗൈസ്. എനിക്ക് ടൈം സ്ലാബ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സെക്കൻഡറി അക്കൗണ്ട് തുടങ്ങേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് വെക്കാം. ഞാൻ ഈ ഷൾക്കർ ബോക്സും കൊണ്ട് പോകുന്നതിന് പോയാൽ പോരെ. എന്ത് ഇത്രയും കഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നില്ലേ ഗൈസ്? പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ഈ ഷൾക്കർ ബോക്സും കൊണ്ട് പോകണ്ട, പിന്നെ അത് പണിയാവും. എന്താണെന്ന് ഞാൻ അബദ്ധം വെച്ചാൽ ശത്രു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് റീസ്പോണായി. ആ സാധനം തപ്പിയെടുക്കാൻ കുറേ നേരം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സാധനം എല്ലാം പോയില്ലേ. അങ്ങനെ പറ്റിയല്ല. ഇപ്പോൾ ഇവിടെ പണി തുടങ്ങാം. എന്തിപ്പോൾ കാണിച്ചേ? ഡോണ്ട് മൈൻഡ്. ഇവിടെ പണി തുടങ്ങാം. ഇവിടെ ഒന്ന്, എന്നാലും ഇത് കാണാൻ ഒരു ഭംഗി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഒന്ന്, 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 ഇവിടെ ഒന്ന്. നമുക്ക് തോത്തോട്ട് പോവാം. ഷവലെടുക്കട്ടെ. ഈ വട്ടം ഞാൻ ഷവല് വെച്ച് മെയിൻ ചെയ്യുമ്പോൾ എന്തെടുപ്പാണ്. ഇനി നമുക്ക് ഡെക്കറേഷന് മുമ്പ് ഇതിൻ്റെ താഴ്വശം ഫുള്ള് സെറ്റ് ചെയ്യാൻ ഓക്ക് പ്ലാങ്ക് വേണം. ഇപ്പോൾ ഞാനിനി പ്ലാങ്ക് എടുക്കാൻ തിരിച്ചു പോകണമല്ലേ. കേട്ടോ, ഞാൻ പെട്ടെന്ന് ഇരുന്നണഞ്ഞാണ്ട ബുദ്ധിപരമായി നീക്കുക. ഒന്നും നോക്കാനില്ല. ഇവിടുന്ന് പ്ലാങ്ക് എടുക്കുക, പോവുക, അത്രയുള്ള പരിപാടി. അതിന് മുമ്പ് നമ്മളെ വുഡ് എടുക്കുന്നതിൽ വെക്കുക. പ്ലാങ്ക് ഒരു സാക്കേ ഉള്ളല്ല, തികയുമായിരിക്കും. എനിക്ക് അത്രയും കൊണ്ടുപോയാൽ പോരാ. അത്രയാകുന്നുണ്ട്. ഈ വട്ടം ഞാൻ നൈറ്റ് സർവൈവ് ചെയ്യുന്നില്ല. ഓ ചത്തേനെ. ഇപ്പോൾ ഇതങ്ങോട്ട് അടച്ചേ. ഇവിടെ ഒരു ബെഡ് പ്ലേസ് ചെയ്തേ. തൽക്കാലത്തേക്കാണ്. നമുക്ക് എന്നിട്ട് റീസ്പോണും സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓ ഗൈസ്, പവർ കിടു തൊട്ടാൽ മതി, തെറിച്ച് പോകും. മറ്റേ എന്തോന്ന് തുടങ്ങാം. ഗൈസ് കണ്ടായിരുന്നു നിങ്ങൾ കാണണം ഗൈസ്. ഞാൻ ചുമ്മാ തൊട്ടാൽ മതി, ഇത് ഫുള്ള് ഇളകിപ്പോവും. എന്താണ്? ഓ മപ്പ് സാധനം. അത് എൻ്റെ വ്യൂ എവിടെയൊക്കെ ഉണ്ടാവും അത് ഫുള്ള് നശിപ്പിച്ചെടുക്കും. അത്രയ്ക്ക് നല്ല സാധനം. മിക്കവാറും ഇവിടെ മൊത്തം തുളയാവും ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതും ഇങ്ങനെയാണ് ഞാൻ മറ്റേത് മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഞെക്കിയൊരു പിടുത്തമൊന്ന് പിടിച്ചു. നമുക്ക് സ്റ്റോൺ വരെ കാണാമായിരുന്നു ഐലൻഡിൻ്റെ. ഇത് സ്ട്രൈക്കാണ്. ഇങ്ങനെ സ്ട്രൈക്ക്, അൾട്ടിമേറ്റ് സ്ട്രൈക്ക്.
നല്ല രസം. നമുക്ക് ഉറങ്ങാം. ഉറങ്ങാൻ സമയം ബെഡ് ഇസ്റ്റ് ഫാർ അവേ ഉറങ്ങാം. എന്തായാലും ഓവൊക്കെ സ്പോണായിക്കാണ്. നമ്മളിപ്പോഴേ പുറത്തോട്ട് ഇറങ്ങത്തില്ല. കണ്ട എനിക്കിവിടെ വെച്ചേക്കാം. ഞാൻ ബ്ലൂടൂത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്. ഞാനിവിടെ ഫുള്ള് ഇത് മൊത്തം പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് ഈ കുഴിയെല്ലാം വീണ്ടും അടയ്ക്കുക, എന്നിട്ട് ഇവിടെ ഫുള്ള് ഇത് വെക്കുക. അതിൻ്റെ പേരെന്താ? ഓക്ക് പ്ലങ്ക്, ഇല്ല സ്പ്രൂസ് പ്ലങ്ക്. ഈ ബെഡുകളൊന്ന് കളയാം. ഇപ്പോൾ കളയണ്ട. ഇനി അഥവാ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വല്ല മൂവ് കൊണ്ട് എന്നെ കൊല്ലും. നമുക്കിനി കുഴി എല്ലാം ഒന്ന് അടയ്ക്കാം. ഞാൻ കൊണ്ടുവന്ന 64 സാക്ക്, 64 സാക്കിൽ 1 സാക്ക് എനിക്ക് തിരിച്ച് കിട്ടി. ഈ ബാക്കിയുള്ള സാക്ക് അപ്പം കിട്ടുമെന്തോ. ഗേസ് ഞാൻ ഇത്രയും പണിയെടുത്തപ്പോൾ തന്നെ വിശക്കത്തു. ഓർത്ത് നോക്കിയ കേസ്. ഒരാൾ അയാളുടെ ഓഫീസ് തന്നെ അയാൾ പണിഞ്ഞിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നു. എന്തു സീൻ. മിക്കവാറും ഇത് തികയാണ്ട് വരും. കാര്യം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഞാനിവിടെ ഒരു ഔട്ട്ലൈൻ എന്തായാലും വരച്ചിടും. തികഞ്ഞില്ലെങ്കിൽ എന്താ, നമ്മൾ വീണ്ടും ചെന്ന് എടുക്കും. എൻ്റെ കയ്യിൽ ഇനി ഇരിപ്പുണ്ടേ. അപ്പോൾ അത് അരസാക്ക് കഴിഞ്ഞു കേട്ടോ. വെറും ഈ ഒരു സ്ഥലം ഇട്ട് വരുമ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാം തീരും. ഇതാണ് ഭയങ്കര പ്രശ്നം. പെട്ടെന്ന് റിസോഴ്സ് തീർന്നു. വലിയ ബിൽഡൊക്കെ ചെയ്യാൻ ഒത്തിരി വേണ്ടി വരും. ഞാൻ ആദ്യം കരുതിയിട്ട് കുറച്ച് മാത്രം മതി വലിയ ബിൽഡൊക്കെ ചെയ്യാനെന്നാണ്. പക്ഷേ ഇത് നമ്മൾ ഒത്തിരി വേണമായിരുന്നു. ഞാൻ പറഞ്ഞ മൈൻക്രാഫ്റ്റ് കേട്ടാൻ തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഇത്രയും സെറ്റാക്കി. വാടാ ബെഡ് നമുക്ക് പോവാം. നമുക്ക് അതിന് സോഫ റാഫ്റ്റ് ചെയ്യണം. ഞാനൊരു ഷീപ്പിനെ കണ്ടുപിടി കേട്ടോ. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഒരു റെഡ് ഡൈ ഒക്കെ വേണം. ഷീപ്പേ ഊള് വരാവാ. ഊള് തന്നെ. താങ്ക്സ്. ഒരു ഊള് മതിയാവുള്ളൂ. നമുക്ക് നോക്കാം. ഇത്രയും സാധനം കൊണ്ട് പോയിട്ട് വല്ലതും ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഫിഷർമാൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇതിപ്പോൾ ഫിഷർമാനെക്കാളും കൂടുതൽ ഞാനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഓൺ ചെയ്യാം. ഇതിൻ്റെ അകത്താണ് ഞാൻ ഉദ്ദേശിച്ചത് സോഫ കിടക്കുന്നത്. എവിടെ ഇതെങ്ങാണ്ടാണ് ഈ സോഫ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കിടക്കുന്നത്. ഇത് നമുക്ക് സോഫ വേണോ അല്ലേ? വൈറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് സോഫ എന്ത് കേസിന് കാണുന്നുമില്ല. അതെ, ഇട്ടുണ്ടാക്കാൻ ഇനിയും കൂള് വേണോ? ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിലും ഭേദം എൻ്റെ വീട്ടിൽ ഒത്തിരി കൂടിയിട്ടുണ്ട്. കാര്യം എൻ്റെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടവർക്കറിയാം, എന്നൊരു ഷീപ്പിനെ ഫാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വീണ്. ഞങ്ങൾക്ക് 3 കൂട് മതിയല്ല. അപ്പം ഞാൻ എളുപ്പം പോയി അതും എടുത്ത് സോഫയും ഉണ്ടാക്കി ടേബിളും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇനി ഒരു വീഡിയോ നിർത്തും. നേരത്തെ വന്ന ഓളായത് വായിങ്ങോട്ട് വായി. ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും. എങ്കിൽ ഞാൻ ചാടാം. ബ്ലോക്ക് കറക്റ്റ് ആവശ്യമായിരുന്നു എനിക്ക്. എൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് എന്താ അറിയൂടെ ഗീസ്, എന്തോ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം വരുന്നു. അതിൻ്റെ ഡൈരി പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ എടുക്കത്തില്ല. അത് കാണാൻ വെച്ചേക്കുന്നേ. ഊള് മേളില. ഇപ്പോൾ ഒരു ഊളെടുക്കാം. ഇതിൻ്റെ അകത്തല്ലേ ഊള് വെട്ടി. അത് ഞാൻ ഒരു സാക്കിന് അടുത്തുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കേട്ടോ. ഇവിടം വരെ വന്നില്ല. സോഫയും ടേബിളും ക്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാം. ഇപ്പം കാണിക്കണം. പ്ലാങ്ക് ഇല്ല ഇപ്പം. പ്ലാങ്കും സ്റ്റിക്കും വേണമെന്ന്. ഇവരെയൊക്കെ ഇപ്പന്മാരെയൊക്കെ പങ്കായത്തിന് അടിച്ചു കൊല്ലണ്ട സമയം അതിലേക്ക് ഓരോന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ പറയും ഓരോന്ന് വേണമെന്ന്. ഒരു പ്രശ്നവും ഇല്ല. പ്ലാങ്ക് ഇതിൻ്റെ അതൊന്നും പ്രാങ്കില്ല. ഇതിൻ്റെ അത് ഇല്ല, കോളായിരിക്കുന്ന. ഇതിൻ്റെ അതുണ്ടാവും പ്രാങ്ക്. സാരമില്ല. നമുക്കൊരു സ്പോർട്സിൻ്റെ കുറച്ച് എന്തായാലും ഇത് കൊണ്ടുപോകണം. നമുക്ക് ആവശ്യം വരുമായിരുന്നു. ഞാനല്ലേ എടുത്ത കാര്യം വയ്ക്കാൻ പോവാം. ഈ സ്റ്റിക്കും അതിൻ്റെ അത് വെച്ചേക്കാം. നമുക്ക് ഒത്തിരി സോഫ ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഇനി നമുക്ക് സോഫ ക്രാഫ്റ്റ് ചെയ്യാം. ഇവിടെ
ഇവിടെ ഇവിടെ ഇവിടെ കണ്ടാണ് ഞാൻ കണ്ടത്. ഈ ഒരു സാധനത്തിൻ്റെ ഇരിക്കും. ഞാൻ പോട്ടെ നല്ല പോലെ. കുറേ നേരമായി ഞാൻ ഈ ഫോൺ പൊട്ടിച്ചെടുക്കും. ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം നമ്മളിത് 4 ലോക്കാക്കി ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം കാണിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ളതായി. ഇതെടുത്ത് മാറ്റുക, ഇതെടുക്കുക. ടേബിളും ക്രാഫ്റ്റ് കിട്ടു പോകാം ഗൈസ്. ഇവിടെ വരെ വന്നല്ലോ. ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാണ്ട് പോകണത് ശരിയല്ല. ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാൻ പ്ലാങ്ക് ഇനിയും വേണം. എനിക്കെന്നാ പിടി. ഇപ്പം തരാം പ്ലാങ്ക്. 4 ഇപ്പം എന്തോ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന എൻ്റെ ടേബിൾ എവിടെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ടേബിള്? അതെ ടേബിള്. എന്ത് ഇത് തന്നെ വേണോ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ? ഞാൻ പ്ലാങ്ക് ഇപ്പോൾ എടുത്തല്ലോ. ഇത് ഡാർക്ക് ഓക്ക. ഞാൻ സ്പ്രൂസിൻ്റെ തേടി വന്നത്. കിട്ടിയടാ, കിട്ടി. 3 എണ്ണം പോലെ നമുക്ക് 6 എണ്ണം വേണ്ട, 3 എണ്ണം മതി. ഇനി ഞാൻ നേരെ എൻ്റെ വേൾഡിൽ പോട്ടെ. വേൾഡിലല്ല, എൻ്റെ ആ ഒരു സിറ്റിയും പോട്ടെ, എൻ്റെ ടൗണും പോട്ടെ, വില്ലേജ്. ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്തിൽ മെമ്പർ വരുന്നത് എന്തിനാ? ഓഫീസ് പണിയാൻ. ഇത് ഇവിടെ വെക്കാം. വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 1 2 ഇങ്ങനെ വെച്ചാൽ കാണാൻ ഒരു ഗുമ്മില്ലല്ലോ, ഒരു മെനയില്ലല്ലോ. പൊട്ടിച്ചിട്. ഇത് പൊട്ടിച്ചിട്. ഒരു മെനയുള്ള രീതിയിൽ വെക്കണം. ഇവിടെ ഇട്ട് വെക്കാം. നല്ലത് ഇരിക്കുന്നില്ല കേസ്. എനിക്കെന്നാൽ 3 എണ്ണം ഇടുമ്പോൾ ശരിയാവുമായിരിക്കും. ഇവിടെ ഒരെണ്ണം ഇട്ട്. ഇപ്പം ഇത് സെറ്റാണ്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഇടുക. ഇത് പിടിച്ച് കുത്തുക. കൊള്ളാടാ, കിടിലൻ സാധനം കേസ്. നല്ല കിടിലൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി അത് സർവീസ് ബെല്ലൊക്കെ വെക്കണം. അതുപോലെ ഇവിടെ വരുന്നവർക്ക് ഇരിക്കണ്ട് കേസ്. ഇരുന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ ചാടി ഇതിൻ്റെ കൊണ്ടൊക്കെ കയറാം. ഇവിടെ ഒരെണ്ണം. ഇപ്പം ശരിയായി. ഞാനിവിടെ ഇരിക്കും, ആൾക്കാരിവിടെ വന്നിരിക്കും. അങ്ങനെ ഈ പരിപാടി ഇവിടെ തിരിയാണ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഇൻട്രോ തീർക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ താഴത്തെ കാണുന്ന എല്ലാ ബട്ടനും കുത്തിപ്പിടിച്ചങ്ങ് നിൽക്കുക. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. സിറ്റ് ടാറ്റ ബൈ ബൈ. സി യു.